ഡിയർ ഫ്രണ്ട്സ്, BSc-ക്കും MSc-ക്കും ഒക്കെ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെറിവേറ്റീവ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് യൂറിയയുടെ ഡെറിവേറ്റീവ് ഉണ്ടാക്കാനാണ്. ഇഷ്ടംപോലെ കളേർഡ് ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റും ഡെറിവേറ്റീവും ഒക്കെ നമുക്ക് കിട്ടുമെങ്കിലും യൂറിയ നൈട്രേറ്റ് ഉണ്ടാക്കുന്നത് വളരെ ഈസിയാണ്. അതാണ് നമ്മൾ ഇന്ന് ഡെമോ ചെയ്യുന്നത്. നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. അതിനായി നമ്മുടെ കയ്യിൽ യൂറിയയും വേണം, പിന്നെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്. ആദ്യം നമ്മൾ യൂറിയയുടെ ഒരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം എമൗണ്ടാണ് സബ്സ്റ്റൻസ് എടുക്കുന്നത്. കാരണം ഈ കെമിക്കൽസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മതി. അത് എക്സസ് ആയാൽ ഇത് നമ്മുടെ പ്രകൃതിയെ തന്നെ പൊല്യൂട്ടഡ് ആക്കും. അതുകൊണ്ട് എപ്പോഴും ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മിനിമം ക്വാണ്ടിറ്റി വെച്ച് ടെസ്റ്റ് ചെയ്യുക. പക്ഷേ ഡെറിവേറ്റീവ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അല്പം കൂടി ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരും. അപ്പം അത് നമുക്ക് ഡെറിവേറ്റീവ് ഉണ്ടാക്കണം. അതിനുശേഷം അത് റീക്രിസ്റ്റലൈസ് ചെയ്തിട്ട് അതിൻ്റെ റീക്രിസ്റ്റലൈസ്ഡ് സാമ്പിൾ എക്സിബിറ്റ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഡെറിവേറ്റീവ് പ്രിപ്പറേഷന് അല്പം കൂടുതൽ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അല്പം അധികം യൂറിയ എടുക്കുകയാണ്. എന്നിരുന്നാലും നമുക്ക് ഇത് മതി. ഇനി നോക്കുക, നമ്മളെടുത്ത യൂറിയയുടെ അളവ് ഇത്രയുമാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കുക. അതിനകത്ത് മിനിമം ക്വാണ്ടിറ്റി വാട്ടറിലേക്ക് ഇത് ഡിസോൾവ് ചെയ്യിക്കുക. യൂറിയ ഈസ് ഹൈലി സോലബിൾ ഇൻ വാട്ടർ. അതുകൊണ്ട് അത് വേഗത്തിൽ തന്നെ ഡിസോൾവ് ചെയ്തിട്ട് നമുക്കൊരു ക്ലിയർ സൊല്യൂഷൻ കിട്ടും. വളരെ കുറച്ചേ ഉള്ളൂ, എന്നിരുന്നാലും നമുക്ക് നോക്കാം റിയാക്ഷൻ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഡിസോൾവ് ചെയ്തു. അപ്പോൾ ഇനി വെള്ളം ആഡ് ചെയ്താൽ അത് ഡൈല്യൂട്ടായി പോകും. അതൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷനാക്കി. ഇനി നമുക്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡാണ് ആവശ്യം. അത് ഞാൻ അല്പം ഒരു ചെറിയൊരു RB ഫ്ലാസ്കിലേക്ക് അല്പം പകർന്നെടുക്കുകയാണ്. ഇന്ന് ഞാനൊരു ഫണൽ വെച്ചിട്ടാണ് ഇത് ട്രാൻസ്ഫർ ചെയ്തത്. ഒരു 10 ml RB ഫ്ലാസ്കിൽ വളരെ കുറച്ച് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ യൂറിയയുടെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും മാത്രം. ഇനിയാണ് നമ്മൾക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു റിസൾട്ട് കിട്ടാൻ പോകുന്നത്. സോ ഞാനിവിടെ നൈട്രിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് എടുത്തു. ഇനി ഇവിടെ റിയാക്ഷൻ നടക്കുകയാണ്. അപ്പോൾ നമ്മളതിന് റെഡിയായി. ഇത് ആഡ് ചെയ്യുമ്പോൾ ഇതിലെന്ത് മാറ്റമാണ് നടക്കുന്നത് ശ്രദ്ധിച്ച് നോക്കുക. കോൺസെൻട്രേറ്റഡ് ആസിഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒന്ന് സ്റ്റെർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു ക്ലോസപ്പിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത്ര ഈസി ആയിട്ട് ഡെറിവേറ്റീവ് ഫോം ചെയ്യുന്ന ഈ സൊല്യൂഷൻ നല്ല ചൂടാണ്. കാരണം അക്വ സൊല്യൂഷനിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റഡ് ആസിഡാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത്ര ഈസി ആയിട്ട് ഒരു ഡെറിവേറ്റീവ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ കെമിസ്ട്രിയിൽ എനിക്ക് അറിയില്ല. ഹീറ്റ് ചെയ്യണ്ട, ജസ്റ്റ് ആഡിങ് 2 സബ്സ്റ്റൻസസ്. സോ യൂറിയ ഡയമൈഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബയോററ്റ് ടെസ്റ്റ് വെച്ച് യൂറിയ കൺഫേം ചെയ്യാം. കൺഫേം ചെയ്തതിന് ശേഷം ഫർദർ കൺഫർമേഷൻ ബൈ ഡെറിവേറ്റീവ് പ്രിപ്പറേഷനിൽ നമുക്ക് യൂറിയ നൈട്രേറ്റ് ആണ് ഡെറിവേറ്റീവ്. സോ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് യൂറിയ is mixed with concentrated HNO3. You get white crystals of urea nitrate. നിങ്ങൾക്ക് കാണാമല്ലോ വ്യക്തമായിട്ട്. ഇനി ഇതിൻ്റെ ഫിൽട്രേഷനാണ്. ഇത് ഫിൽട്ടർ ചെയ്ത് ഇത് വെള്ളം കൊണ്ട് തന്നെ ഇതിനെ വാഷ് ചെയ്തിട്ട് നമ്മൾ ആ എക്സസ് നൈട്രിക് ആസിഡ് അതിൽ നിന്ന് റിമൂവ് ചെയ്യും. അതിനുശേഷം ഇതിനെ ഫിൽട്ടർ ചെയ്യും. ഫിൽട്ടർ ചെയ്തിട്ട് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് റീക്രിസ്റ്റലൈസ് ചെയ്യും. അതും വാട്ടറിൽ നിന്ന് തന്നെ റീക്രിസ്റ്റലൈസ് ചെയ്യും. അങ്ങനെ നമുക്ക് ഡെറിവേറ്റീവ് പ്രിപ്പറേഷനും റീക്രിസ്റ്റലൈസേഷനും ഇത് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ പ്രസിപ്പിറ്റിനെ ഒന്ന് ഫിൽട്ടർ ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഫണൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫിൽട്രേറ്റ് കളക്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ബീക്കർ വയ്ക്കുന്നു. എന്നിട്ട് നമുക്ക് ഫിൽട്ടർ പേപ്പർ എടുക്കാം.
ഫിൽറ്റർ പേപ്പർ ഇത് അല്പം വില കൂടിയ ഫിൽറ്റർ പേപ്പറാണ്. നമുക്ക് ഇങ്ങനത്തെ പ്രസിപ്പിറ്റേറ്റിന് നമുക്ക് സാധാരണ ഫിൽറ്റർ പേപ്പർ മതി. എൻ്റെ കയ്യിൽ ഇത് മാത്രം ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് ഗ്രാവിമെട്രിയിൽ എങ്ങനെയാണ് ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്യുന്നത് ആ ടെക്നിക്ക് കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഫിൽറ്റർ പേപ്പർ റൗണ്ട് ഫിൽറ്റർ പേപ്പർ ആണെങ്കിൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഒന്നുകൂടി അതിനെ ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഈ ഫിൽറ്റർ പേപ്പറിനെ ഫണലിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ കഴിയുന്നതും ഈ ഫണലിൽ കറക്റ്റായിട്ട് ഈ ഫിൽറ്റർ പേപ്പർ ഫിറ്റായിരിക്കണം. ഇനി നമ്മൾ ഗ്രാവിമെട്രി ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് വാട്ടർ ആഡ് ചെയ്തിട്ട് ഇതിനകത്ത് എയർ ബബിൾ ഇല്ലാതെ കംപ്ലീറ്റ് ഫിൽറ്റർ പേപ്പർ ഫണലിൽ എല്ലായിടവും യൂണിഫോമായിട്ട് ടച്ച് ചെയ്തിരുന്നാൽ നമ്മുടെ ഫിൽട്രേഷൻ വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും. അതാണ് അടുത്തതായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അത്രയും ആവശ്യമില്ല, ജസ്റ്റ് ഇതിൻ്റെ ഫിൽട്രേഷൻ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ ടെക്നിക്ക് കൂടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഗ്രാവിമെട്രിയിൽ നിങ്ങൾക്ക് ഫിൽട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഫിൽട്രേഷനാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിത് ഫിൽറ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഈ ഗ്ലാസ് റോഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ പ്രസിപ്പിറ്റേറ്റിൻ്റെ മുകളിലുള്ള ആ ക്ലിയർ ലിക്വിഡ് സ്ലോലി നമ്മൾ ഈ ഗ്ലാസ് റോഡിലൂടെ ഫിൽറ്റർ ചെയ്തെടുക്കുക. ഫിൽട്രേറ്റ് നമുക്ക് അടിയിലുള്ള ബീക്കറിൽ കളക്ട് ചെയ്യാം. പക്ഷേ ഈ ഫിൽട്രേഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രാവിമെട്രിയിലും ഒക്കെ അതുപോലെ തന്നെയാണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രസിപ്പിറ്റേറ്റ് നമ്മുടെ ഫിൽറ്റർ പേപ്പറിലേക്ക് വീഴാൻ പാടില്ല. പ്രസിപ്പിറ്റേറ്റ് ഫിൽറ്റർ പേപ്പറിൽ വീണ് കഴിഞ്ഞാൽ ഫിൽറ്റർ പേപ്പറിൻ്റെ ഹോൾസ് അടഞ്ഞു പോവുകയും പിന്നെ ഫിൽട്രേഷൻ എഫിഷ്യൻ്റായിട്ട് നടക്കാതെ വരികയും ചെയ്യും. അതുകൊണ്ട് ഏത് പ്രസിപ്പിറ്റേറ്റും വാഷ് ചെയ്യുമ്പോഴേക്ക് നമ്മൾ ഇത് ക്ലിയർ ലിക്വിഡ് മാത്രം ഫിൽറ്റർ പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഈ പ്രസിപ്പിറ്റേറ്റ് ഇതിനുള്ളിൽ തന്നെ കിട്ടും. കുറച്ച് വാട്ടർ നമ്മൾ ഇതിൻ്റെ എല്ലാ സൈഡിലും ആഡ് ചെയ്തിട്ട് ഇത് വീണ്ടും നമ്മൾ സ്റ്റർ ചെയ്തിട്ട് അത് സെറ്റിൽ ചെയ്യാൻ വയ്ക്കും. സെറ്റിൽ ചെയ്തതിന് ശേഷം ആ ക്ലിയർ ലിക്വിഡ്, മുകളിലുള്ള ക്ലിയർ ലിക്വിഡ് നമുക്ക് കാണാൻ കൃത്യമായിട്ട്, ആ ക്ലിയർ ലിക്വിഡ് മാത്രം വീണ്ടും ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ നമുക്ക് ഫിൽട്രേറ്റ് ആവശ്യമില്ല, നമുക്ക് റെസിഡ്യൂ മാത്രമാണ് ആവശ്യം. കാണാമല്ലോ, കഴിയുന്നത്ര ഈ ഫിൽറ്റർ പേപ്പറിനകത്തേക്ക് റെസിഡ്യൂ ട്രാൻസ്ഫർ ആകാതെ കംപ്ലീറ്റ് വാഷ് ചെയ്തിട്ട്, പ്രസിപ്പിറ്റേറ്റ് കംപ്ലീറ്റ് വാഷ് ചെയ്ത് അതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം മാറ്റിയതിന് ശേഷം മാത്രമാണ് അപ്പോൾ നമ്മുടെ ബീക്കറിൽ ലാസ്റ്റ് വരുന്നത് പ്യുവറായിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് മാത്രം നമുക്ക് ഇവിടെ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സാധാരണ നമ്മൾ ലാബിൽ ചെയ്യുന്നത് ഈ കംപ്ലീറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ഫിൽറ്റർ പേപ്പറിലേക്ക് മാറ്റി ഫിൽറ്റർ പേപ്പറിൽ നിന്ന് എടുക്കുകയാണ്. ഈ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ സാമ്പിൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് റീക്രിസ്റ്റലൈസ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫിൽറ്റർ പേപ്പറിനകത്ത് ഇപ്പം കാര്യമായിട്ട് പ്രസിപ്പിറ്റേറ്റ് റെസിഡ്യൂ ഉണ്ടാവില്ല. അത് റെസിഡ്യൂ ഫിൽറ്റർ പേപ്പറിലോട്ട് വരികയാണെങ്കിൽ പിന്നെ ഫിൽട്രേഷൻ, ഇതിൻ്റെ പോഴ്സ് എല്ലാം അടഞ്ഞു പോകും. അതുകൊണ്ട് ഫിൽട്രേഷൻ കറക്റ്റായിട്ട് നടക്കത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഫിൽട്രേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റെസിഡ്യൂ ഒരിക്കലും ഫിൽറ്റർ പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ആകാതെ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഫിൽട്രേഷൻ എഫിഷ്യൻ്റ് ആയിരിക്കും. നമുക്ക് നമ്മുടെ ബീക്കറിലുള്ള പ്രസിപ്പിറ്റേറ്റിനെ ക്ലിയറായിട്ട് വാഷ് ചെയ്ത് മാറ്റാനും പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിനകത്തുള്ള റെസിഡ്യൂവിനെ ഫിൽറ്റർ പേപ്പറിലോട്ട് മാറ്റി ഡ്രൈ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാം. അതിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ എടുത്ത് റീക്രിസ്റ്റലൈസ് ചെയ്ത് അതും ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ ഫിൽട്രേഷൻ്റെ വളരെ സിമ്പിളായിട്ട് ശ്രദ്ധിക്കേണ്ട ചില ടെക്നിക്കുകളും കൂടെ ഷെയർ ചെയ്തതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.